നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പഠിക്കാൻ പോകുന്നത് 10th ലെവൽ പ്രിലിമിനറി എക്സാമിൽ പറഞ്ഞിരിക്കുന്ന രോഗങ്ങൾ എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. അപ്പോൾ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് PSC ഇതുവരെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ്? പാത്തോളജി. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. എഡ്വേർഡ് ജെന്നർ ആണ് രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ്. രോഗമില്ലാത്ത ഒരാളിൽ രോഗാണുവിന്റെ തന്നെ നേർപ്പിച്ച ലായനി കുത്തിവെച്ച് രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? വാക്സിനേഷൻ എന്നാണ്. പ്രതിരോധ കുത്തിവയ്പ്പ് ആദ്യമായി കണ്ടുപിടിച്ചത് ആരാണ്? ലൂയി പാസ്റ്റർ ആണ്. ലൂയി പാസ്റ്റർ ആണ് റാബിസ് വാക്സിനും കോളറ വാക്സിനും കണ്ടുപിടിച്ചത്. അപ്പോൾ റാബിസ് വാക്സിനും കോളറ വാക്സിനും കണ്ടുപിടിച്ചത് ആരാണ്? ലൂയി പാസ്റ്റർ ആണ് റാബിസ് വാക്സിനും കോളറ വാക്സിനും കണ്ടുപിടിച്ചത്. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെനിസിലിൻ കണ്ടുപിടിച്ചത്. ആദ്യത്തെ ആന്റിബയോട്ടിക് ഔഷധമാണ് പെനിസിലിൻ. അപ്പോൾ ആരാണ് പെനിസിലിൻ കണ്ടുപിടിച്ചത്? PSC ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെനിസിലിൻ കണ്ടുപിടിച്ചത്. ആദ്യത്തെ ആന്റിബയോട്ടിക് ഔഷധമാണ് പെനിസിലിൻ. നവജാത ശിശുക്കൾക്ക് DPT വാക്സിന്റെ വേറൊരു പേരാണ് ട്രിപ്പിൾ ആന്റിജൻ. നൽകുന്നത് ഏതൊക്കെ രോഗങ്ങൾക്ക് എതിരെയാണ്? ഡിഫ്തീരിയ, വില്ലൻ ചുമയുടെ അതർ നെയിം ആണ് പെർട്ടൂസിസ്. എന്താണ്? വില്ലൻ ചുമ. അപ്പോൾ D for ഡിഫ്തീരിയ, P for പെർട്ടൂസിസ്, T for ടെറ്റനസ്. ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ് എന്നീ രോഗങ്ങൾ തടയാനാണ് നവജാത ശിശുക്കൾക്ക് DPT വാക്സിൻ അഥവാ ട്രിപ്പിൾ ആന്റിജൻ നൽകും. അടുത്ത ചോദ്യം, ശരീരത്തിൽ മുറിവുണ്ടായാൽ എടുക്കേണ്ട കുത്തിവയ്പ്പാണ് TT. TTയുടെ ഫുൾ ഫോം എന്താ? ടെറ്റനസ് ടെക്സോയിഡ് ആണ് TTയുടെ ഫുൾ ഫോം. വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് എയ്ഡ്സ്, ചിക്കൻ പോക്സ്, ഡെങ്കിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, ജലദോഷം, പോളിയോ, റാബിസ്, വസൂരി, മുണ്ടിനീര്, മംസ്, പക്ഷിപ്പനി, പന്നിപ്പനി, ഇൻഫ്ലുവൻസ, പൊങ്ങൻ പനി, സാഴ്സ് എന്നിവ. അപ്പോൾ വൈറസ് രോഗങ്ങൾ നിങ്ങൾ കോഡൊക്കെ ഇട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ വൈറസ് രോഗങ്ങൾ ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്യാം. വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണ്? എയ്ഡ്സ്, ചിക്കൻ പോക്സ്, ഡെങ്കിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, ജലദോഷം, പോളിയോ, റാബിസ്, വസൂരി, മുണ്ടിനീര്, മംസ്, പക്ഷിപ്പനി, പന്നിപ്പനി, ഇൻഫ്ലുവൻസ, പൊങ്ങൻ പനി, സാഴ്സ് എന്നിവ വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. വൈറസുകളെ കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് റഷ്യക്കാരനായ ദിമിത്രി ഇവാനോസ്കി ആണ്. വൈറസ് ആദ്യമായി കണ്ടെത്തിയതും പേര് നൽകിയതും ഡച്ച് മൈക്രോബയോളജിസ്റ്റ് ആയ മാർട്ടിനസ് വില്യം ബെയ്ജറിംഗ് ആണ്. ആദ്യമായിട്ട് വൈറസുകളെ കണ്ടെത്തിയതും പേര് നൽകിയതും ബെയ്ജറിംഗ്. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ആന്ത്രാക്സ്, ബ്രോങ്കൈറ്റിസ്, ചെങ്കണ്ണ്, ഡിഫ്തീരിയ, എലിപ്പനി, ഗൊണേറിയ, കോളറ, കുഷ്ഠം, ക്ഷയം, പ്ലേഗ്, സിഫിലിസ്, ന്യൂമോണിയ, ടെറ്റനസ്, ടൈഫോയിഡ്, വില്ലൻ ചുമ. അപ്പോൾ ഏതൊക്കെയാണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ? ആന്ത്രാക്സ് ഉണ്ട്, ബ്രോങ്കൈറ്റിസ് ഉണ്ട്, ചെങ്കണ്ണുണ്ട്, ഡിഫ്തീരിയ, എലിപ്പനി, ഗൊണേറിയ, കോളറ, കുഷ്ഠം, ക്ഷയം, പ്ലേഗ്, സിഫിലിസ്, ന്യൂമോണിയ, ടെറ്റനസ്, ടൈഫോയിഡ്, വില്ലൻ ചുമ മുതലായവയാണ്. സ്ലീപ്പിംഗ് സിക്നസ്, അമീബിയാസിസ്, കലാ അസർ എന്നിവയുണ്ടാക്കുന്നത് പ്രോട്ടോസോവയാണ്. അപ്പോൾ പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് സ്ലീപ്പിംഗ് സിക്നസ്, അമീബിയാസിസ്, കാലാ അസർ. ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് റിംഗ്വേം ഡിസീസും അത്ലറ്റ്സ് ഫൂട്ടും ഉണ്ടാക്കുന്നത് ഫംഗസ് ആണ്. അഡ്രിനൽ ഗ്രന്ഥിയെ ബാധിക്കുന്നതാണ് അഡിസൺസ് രോഗം. അഡിസൺസ് രോഗം അഡ്രീനൽ ഗ്രന്ഥിയെ ബാധിക്കുന്നതാണ്. എയ്ഡ്സ് ഒരു വൈറസ് രോഗമാണ്.
എയ്ഡ്സ് ഒരു വൈറസ് രോഗമാണ്. എയ്ഡ്സിന് കാരണമാകുന്ന രോഗാണു HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ആണ് എയ്ഡ്സിന് കാരണമാകുന്ന രോഗാണു. എയ്ഡ്സ് രോഗത്തിന്റെ ടെസ്റ്റുകൾ ഏതൊക്കെ? എയ്ഡ്സ് രോഗത്തിന്റെ ടെസ്റ്റുകളാണ് എലീസ ടെസ്റ്റും വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റും. എലീസ പ്രാഥമിക പരിശോധനയും വെസ്റ്റേൺ ബ്ലോട്ട് സ്ഥിരീകരണ ടെസ്റ്റുമാണ്. അപ്പം എയ്ഡ്സ് രോഗത്തിന്റെ ടെസ്റ്റുകളാണ് എലീസ ടെസ്റ്റും വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റും. എലീസ പ്രാഥമിക പരിശോധനയും വെസ്റ്റേൺ ബ്ലോട്ട് സ്ഥിരീകരണ ടെസ്റ്റുമാണ്. എയ്ഡ്സ് ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? എയ്ഡ്സ് ബാധിക്കുന്നത് ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെയാണ്. ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെയാണ് എയ്ഡ്സ് ബാധിക്കുന്നത്. എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഐക്യനാടുകളിലാണ് 1981. ഇന്ത്യയിൽ എവിടെയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്? ചെന്നൈയിലാണ് 1986. കേരളത്തിലോ? പത്തനംതിട്ട. അപ്പോൾ എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഐക്യനാടുകളിലാണ്, അമേരിക്കൻ ഐക്യനാടുകളിലാണ് 1981. ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിൽ 1986. കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിലാണ് റിപ്പോർട്ട് ചെയ്തത്. ഗ്രിഡ് രോഗം, ഗ്രിഡിന്റെ ഫുൾ ഫോം ഗേ റിലേറ്റഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി. ഗ്രിഡ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? PSC ചോദിച്ചിട്ടുണ്ട്. എയ്ഡ്സ് രോഗമാണ് ഗ്രിഡ് രോഗം എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ചത് 1992 ഇതിന്റെ ഒന്നാം ഘട്ടം 1992-99 കാലഘട്ടം, രണ്ടാം ഘട്ടം 99-2006, മൂന്നാം ഘട്ടം 2007-2012 3 ഘട്ടങ്ങളിലായി ഇന്ത്യയിൽ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം നടപ്പിലാക്കി. അടുത്ത ചോദ്യം, 1992 സ്ഥാപിതമായ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ നാക്കോ എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. അപ്പോൾ നാക്കോയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് നാക്കോയുടെ ആസ്ഥാനം. എയ്ഡ്സുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടിയാണ് റെഡ് റിബൺ എക്സ്പ്രസ്. റെഡ് റിബൺ എന്തിന്റെ ചിഹ്നമാണ്? എയ്ഡ്സ് പ്രതിരോധത്തിന്റെ ചിഹ്നമാണ്. എയ്ഡ്സുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടിയാണ് റെഡ് റിബൺ എക്സ്പ്രസ്. ലോക എയ്ഡ്സ് ദിനം എന്നാണ്? ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. അടുത്ത പോയിന്റ്, അപ്പോൾ ഇത്രയാണ് എയ്ഡ്സിനെ പറ്റി PSC ചോദിച്ചിട്ടുള്ളത്. അടുത്ത പോയിന്റ്, മുടിയിലും ത്വക്കിലും നിറമില്ലാത്ത അവസ്ഥയെ പറയുന്ന പേര് ആൽബിനിസം എന്നാണ്. അപ്പോൾ മുടിയിലും ത്വക്കിലും നിറമില്ലാത്ത അവസ്ഥയാണ് ആൽബിനിസം. ഇതൊരു ജനിതക രോഗമാണ്. ഈ ജനിതക രോഗം അക്രോമിയ എന്ന പേരിലും അറിയപ്പെടുന്നു. അടുത്തായി പറയുന്നു അൽഷിമേഴ്സ് രോഗം. അൽഷിമേഴ്സ് രോഗം ബാധിക്കുന്നത് മസ്തിഷ്കത്തെയാണ്. അൽഷിമേഴ്സ് രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? മസ്തിഷ്കത്തെയാണ്. സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്നത് അൽഷിമേഴ്സ് ആണ്. സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്ന അൽഷിമേഴ്സ് ആണ്. ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. സെപ്റ്റംബർ 21 ലോക അൽഷിമേഴ്സ് ദിനം. ഓക്കെ, അടുത്ത പോയിന്റ്, എന്താണ് അനീമിയ? ആഹാരത്തിൽ ഇരുമ്പിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ, വിളർച്ച. കൽക്കരി ശ്വസിക്കുന്നത് മൂലം ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന രോഗമാണ് ആന്ത്രാക്കോസിസ്. ആന്ത്രാക്കോസിസ് കൽക്കരി ശ്വസിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ഇത് ബ്ലാക്ക് ലെഗ് ഡിസീസ് എന്നും അറിയപ്പെടുന്നു. ആന്ത്രാക്കോസിസ് ബ്ലാക്ക് ലെഗ് ഡിസീസ് എന്നും അറിയപ്പെടുന്നു. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് ആന്ത്രാക്സ്. പ്രോഫിലാക്സിസ് എന്ന ആന്റിബയോട്ടിക് ഈ രോഗത്തിനെതിരെ ഉപയോഗിക്കുന്നു. വൂൾസോട്ടേഴ്സ് ഡിസീസ് എന്നും ആന്ത്രാക്സ് രോഗം അറിയപ്പെടുന്നു. അപ്പം ആന്ത്രാക്സ് രോഗം ഒരു ബാക്ടീരിയ രോഗമാണ്. അപ്പോൾ ആന്ത്രാക്സ് രോഗം ഒരു ബാക്ടീരിയ രോഗമാണ്, മൃഗങ്ങളിൽ നിന്നാണ് മനുഷ്യരിലേക്ക് പകരുന്നത്. വൂൾസോട്ടേഴ്സ് ഡിസീസ് എന്നും ആന്ത്രാക്സ് രോഗം അറിയപ്പെടുന്നു. ലോക ആസ്മ ദിനം മെയ് മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ്. ലോക ആസ്മ ദിനം മെയ് മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ്. ഇനി ബെറിബെറി. ബെറിബെറി എന്ന അസുഖം ഉണ്ടാകുന്നത് വൈറ്റമിൻ B1 അഥവാ തയാമിന്റെ കുറവ് മൂലമാണ്. ബെറിബെറി ഉണ്ടാകുന്നത് വൈറ്റമിൻ B1 അഥവാ തയാമിന്റെ കുറവ് മൂലമാണ്. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത് ഉയർന്ന രക്തസമ്മർദ്ദമാണ്. ക്യാൻസർ നിർണ്ണയിക്കാൻ നടത്തുന്ന ടെസ്റ്റാണ് ബയോപ്സി ടെസ്റ്റ്. സ്തനാർബുദം തിരിച്ചറിയാൻ സഹായകമായ ടെസ്റ്റാണ് മാമോഗ്രഫി. ഗർഭാശയ ഗള ക്യാൻസർ നിർണ്ണയിക്കുന്ന ടെസ്റ്റാണ് പാപ്സ്മിയർ ടെസ്റ്റ്. അപ്പോൾ ക്യാൻസർ നിർണ്ണയിക്കുന്നത് ബയോപ്സി, സ്തനാർബുദമാണെങ്കിൽ മാമോഗ്രഫി,
ഗർഭാശയ ക്യാൻസർ ആണെങ്കിൽ പാപ്സ്മിയർ ടെസ്റ്റ്. ക്യാൻസർ വരുത്തുന്ന ജീനുകളാണ് ഓങ്കോജീനുകൾ. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനം ഓങ്കോളജി. കൊബാൾട്ട് 60 ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ്. അപ്പോൾ ക്യാൻസർ വരുത്തുന്ന ജീനുകൾ ഓങ്കോജീനുകളാണ്. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനം ഓങ്കോളജിയാണ്. കൊബാൾട്ട് 60 ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ്. അടുത്ത ചോദ്യം, ത്വക്കിനെ ബാധിക്കുന്ന ക്യാൻസർ ആണ് മെലനോമ. ക്യാൻസർ ബാധിക്കാത്ത അവയവമാണ് ഹൃദയം. ഹൃദയത്തിനെ ക്യാൻസർ ബാധിക്കാറില്ല. ലോക ക്യാൻസർ ദിനം എന്നാണ്? ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ കാണപ്പെടുന്ന രോഗമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ കാണുന്ന രോഗമാണ്. കൈപ്പത്തിയുടെയും വിരലുകളുടെയും മരവിപ്പാണ് രോഗലക്ഷണം. അടുത്ത പോയിന്റ്, തിമിരം ബാധിക്കുന്നത് കണ്ണിന്റെ ലെൻസിനെയാണ്. കണ്ണിന്റെ ലെൻസിനെ ബാധിക്കുന്ന രോഗമാണ് തിമിരം അഥവാ കാറ്ററാക്ട്. ചിക്കൻ പോക്സിന്റെ പ്രധാന രോഗകാരി വേരിസെല്ലോ സോസ്റ്റർ വൈറസ് ആണ് ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ഗുനിയ ഒരു വൈറസ് രോഗമാണ്. വളഞ്ഞു നിൽക്കുക എന്നാണ് ചിക്കൻ ഗുനിയ എന്ന വാക്കിന്റെ അർത്ഥം. വളഞ്ഞു നിൽക്കുക എന്നാണ്, ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വളഞ്ഞു നിൽക്കുക എന്നാണ് ചിക്കൻ ഗുനിയ എന്ന വാക്കിന്റെ അർത്ഥം. ടാൻസാനിയയിലാണ് ചിക്കൻ ഗുനിയ രോഗം ആദ്യമായിട്ട് ഉയർന്നു വന്നത്. ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ഈഡിസ് കൊതുകുകളാണ് രോഗം പരത്തുന്നത്. ആയുർവേദത്തിൽ വിഷൂജിക എന്നറിയപ്പെടുന്ന രോഗമാണ് കോളറ. രോഗം ഏതാണ്? കോളറയാണ്. ആമാശയം അഥവാ ചെറുകുടൽ ആണ് കോളറ ബാധിക്കുന്ന അവയവം. ആമാശയത്തിനെയും ബാധിക്കും, ചെറുകുടലിനെയും ബാധിക്കും കോളറ. വിബ്രിയോ കോളറെ എന്ന ഇനം ബാക്ടീരിയ കാരണമാണ് കോളറ ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ പേരെ ബാധിക്കുന്ന രോഗം ജലദോഷമാണ്. നാസോ ഫാരിഞ്ചൈറ്റിസ് എന്നതാണ് ഇതിന്റെ വൈദ്യശാസ്ത്ര നാമം. എന്നതാണ് ജലദോഷത്തിന്റെ വൈദ്യശാസ്ത്ര നാമം. റൈനോ വൈറസ് കാരണമാണ് ജലദോഷം ഉണ്ടാകുന്നത്. ഇത് ബാധിക്കുന്നത് ശ്വസന വ്യവസ്ഥയെയാണ്. അപ്പം റൈനോ വൈറസ് കാരണമാണ് ജലദോഷം ഉണ്ടാകുന്നത്. ഇത് ബാധിക്കുന്നത് ശ്വസന വ്യവസ്ഥയെയാണ്. ഏറ്റവും സാധാരണമായ വൈറസ് രോഗവും ജലദോഷമാണ്. പ്രാഥമിക വർണ്ണങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്ത ജനിതക വൈകല്യമാണ് വർണ്ണാന്ധത. ഇത് ഡാൾട്ടനിസം എന്ന പേരിലും അറിയപ്പെടുന്നു. ഇത് PSC ചോദിച്ച ചോദ്യമാണ്. എല്ലാ ചോദ്യങ്ങളും PSC ചോദിച്ചത് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പ്രാഥമിക വർണ്ണങ്ങൾ, പ്രൈമറി കളേഴ്സ് തിരിച്ചറിയാൻ സാധിക്കാത്ത ജനിതക വൈകല്യമാണ് ഏത്? വർണ്ണാന്ധത. ഡാൾട്ടനിസം എന്ന പേരിലും അറിയപ്പെടുന്നു. എയ്ഡ്സിനൊപ്പം നിർത്താവുന്ന രോഗമായി ലോകാരോഗ്യ സംഘടന കണക്കാക്കുന്ന രോഗമാണ് ഭ്രാന്തിപ്പശു രോഗം. 1985 ബ്രിട്ടനിലാണ് ഭ്രാന്തിപ്പശു രോഗം കണ്ടെത്തിയത്. അപ്പോൾ ഭ്രാന്തിപ്പശു രോഗത്തിന്റെ വേറൊരു പേര് എന്താണ്? ക്രൂസ്ഫെൽഡ് ജേക്കബ് രോഗം. അല്ലെങ്കിൽ ഇതിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? വൈദ്യശാസ്ത്ര നാമം ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി എന്നാണ് ഭ്രാന്തിപ്പശു രോഗത്തിന്റെ വൈദ്യശാസ്ത്ര നാമം. കൂടാതെ ഭ്രാന്തിപ്പശു രോഗം മാഡ് കൗ ഡിസീസിനോട് വളരെ അടുത്ത ബന്ധമുള്ള രോഗമാണ് മനുഷ്യരിൽ കാണപ്പെടുന്ന ക്രൂസ്ഫെൽഡ് ജേക്കബ് രോഗം. PSC ചോദിക്കാറുള്ളത് ക്രൂസ്ഫെൽഡ് ജേക്കബ് രോഗം എന്നും അറിയപ്പെടുന്നത് ഭ്രാന്തിപ്പശു രോഗമാണ് എന്ന ചോദ്യമാണ് ചോദിക്കാറ്. അടുത്ത ചോദ്യം, ബ്രേക്ക് ബോൺ ഡിസീസ് എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനിയാണ്. ബ്രേക്ക് ബോൺ ഡിസീസ് എന്നറിയപ്പെടുന്ന ഡെങ്കിപ്പനിയാണ്. ഡെങ്കിപ്പനി ബാധിക്കുന്ന അവയവം പ്ലീഹയാണ്. അപ്പം ഡെങ്കിപ്പനി പ്ലീഹയാണ് ബാധിക്കുന്നത്. ഡെങ്കിപ്പനിക്ക് കാരണം ഡെങ്കി വൈറസ് ആണ്. ഈഡിസ് ഈജിപ്തി ഇനം കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. ഡെങ്കിപ്പനി സ്ഥിരീകരിക്കാൻ നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? ടൂർണിക്കറ്റ് ടെസ്റ്റ്. അപ്പം ടൂർണിക്കറ്റ് ടെസ്റ്റ് ഡെങ്കിപ്പനി സ്ഥിരീകരിക്കാൻ നടത്തുന്ന ടെസ്റ്റാണ്. പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണത്തിൽ കുറവ്, താഴ്ന്ന രക്തസമ്മർദ്ദം എന്നിവയാണ് ഡെങ്കിപ്പനിയുടെ രോഗലക്ഷണങ്ങൾ. അപ്പോൾ ഡെങ്കിപ്പനിയെ പറ്റി എന്തൊക്കെ പറയണം?
ബ്രേക്ക് ബോൺ ഡിസീസ് എന്നറിയപ്പെടുന്ന ഡെങ്കിപ്പനിയാണ്. ഡെങ്കിപ്പനി ബാധിക്കുന്ന അവയവം ഏതാണ്? പ്ലീഹയാണ്. ഡെങ്കിപ്പനിക്ക് കാരണം ഡെങ്കി വൈറസ് ആണ്. ഈഡിസ് ഈജിപ്തി എന്നിനം കൊതുകാണ് പരത്തുന്നത്. ഡെങ്കിപ്പനി സ്ഥിരീകരിക്കാൻ നടത്തുന്ന ടെസ്റ്റാണ് ടൂർണിക്കറ്റ് ടെസ്റ്റ്. പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണത്തിൽ കുറവ്, താഴ്ന്ന രക്തസമ്മർദ്ദം എന്നിവയാണ് ഡെങ്കിപ്പനിയുടെ രോഗലക്ഷണങ്ങൾ. അടുത്ത രോഗം ഇൻസുലിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ്. ഇൻസുലിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. ലോക ഡയബറ്റിസ് ദിനം എന്നാണ്? നവംബർ 14 ലോക ഡയബറ്റിസ് ദിനം. ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി അതിസാരത്തിനുള്ളതാണ്. അതിസാരം അഥവാ ഡയേറിയയ്ക്കുള്ളതാണ് ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി. തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്നത് ഡിഫ്തീരിയയാണ്. അപ്പോൾ ഡിഫ്തീരിയ നിർണ്ണയിക്കാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റാണ് ഷിക്ക് ടെസ്റ്റ്. ഷിക്ക് ടെസ്റ്റ് ഡിഫ്തീരിയ നിർണ്ണയിക്കാൻ നടത്തുന്നതാണ്. കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയയെ കാരണമാണ് ഡിഫ്തീരിയ ഉണ്ടാകുന്നത്. കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയയെ കാരണമാണ് ഡിഫ്തീരിയ ഉണ്ടാകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് പഠിച്ച ഇത്രയും രോഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള രോഗങ്ങളും മറ്റ് ടോപ്പിക്കുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്